ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രിയേഷ് എഴുതിയിരിക്കുന്നതിൻ്റെ മേലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് പ്രിയേഷ്. യഥാർത്ഥ പേരല്ല. എനിക്ക് 30 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. സാമ്പത്തികമായ വലിയ ചുറ്റുപാടുകളൊന്നും എനിക്കില്ലായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. സ്ഥിരമായി ഒരു ജോലി വേണമെന്ന് ആഗ്രഹമായിരുന്നു. അങ്ങനെ 3 വർഷത്തിന് മുമ്പാണ് എനിക്ക് സ്ഥിരമായൊരു ജോലി കിട്ടിയത്. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വിവാഹം ആലോചിച്ചത്. എന്തായാലും ഇത്തിരി വൈകിയെങ്കിലും എനിക്ക് സ്ഥിരം ജോലിയുള്ളത് കൊണ്ട് ഇഷ്ടംപോലെ പെൺകുട്ടികൾ തയ്യാറായി വന്നു. അതിൽ എൻ്റെ ഒരു സൗന്ദര്യത്തിനും സങ്കല്പത്തിനും ഒക്കെ ഇണങ്ങിയ പെൺകുട്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അവിടെ ഒറ്റ മോളാണ്. അമ്മായപ്പനും അമ്മായമ്മയ്ക്കും 2 പേർക്കും ഓരോ കടകളുണ്ട്. അവർ പണ്ട് തൊട്ട് ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരാണ്. പിന്നെ അവർക്കൊരാഗ്രഹമുണ്ടായിരുന്നു, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് മോളെ കെട്ടിക്കണമെന്ന്. അങ്ങനെയാണ് എനിക്ക് അവസരം വന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒട്ടൊക്കെ അഹങ്കാരം തോന്നി മാഡം. അവൾ എനിക്കൊരു ദേവതയായിരുന്നു. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണമെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചു. അവൾ എൻ്റെ അടുത്ത് നിന്ന് പിണങ്ങിപ്പോയാലോ അല്ലെങ്കിൽ എന്നെ വെറുത്താലോ എനിക്ക് വേറെ നല്ലൊരു പെണ്ണിനെ കിട്ടില്ല. കാര്യം ഇത്രയും സുന്ദരിയൊന്നും ഒരിക്കലും എന്നെപ്പോലൊരാളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽക്കേ അവളുടെ ഇഷ്ടങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിച്ചു. ആദ്യത്തെ ദിവസം അവൾ എന്നോട് പറഞ്ഞത്, എൻ്റെ ദേഹത്ത് തൊടുക പോലും ചെയ്യരുത്, ഇന്നെനിക്ക് ഉറങ്ങണമെന്നാണ്. അധികാരപൂർവ്വമുള്ള അവളുടെ പറച്ചിൽ ഞാൻ ശരിക്കും ഒരു ദാസനെ പോലെ അംഗീകരിച്ചു. വിരുന്നൊക്കെ 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷമാണ് അവൾ ഇങ്ങോട്ട് പറഞ്ഞത്, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന്. അവളുടെ അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നാണ് അവൾ അനുമതി തന്നത്. അവളെ സ്നേഹിച്ച് ഇന്നെൻ്റെ വശത്താക്കണം എന്ന് വിചാരിച്ച് രാവെളുക്കുവോളം അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നിലകൊണ്ടത്. അവൾ അതെല്ലാം നന്നായി അറിയുന്നുണ്ടായിരുന്നുവെന്ന് എനിക്കറിയാം. പക്ഷേ തിരിച്ച് പ്രത്യേകിച്ച് ഒരു റെസ്പോൺസും ഉണ്ടായില്ല. ഇത് തുടർന്ന് 3 മാസത്തോളം അങ്ങനെ തന്നെയായിരുന്നു. ഒരു നിമിഷമെങ്കിലും അവൾ എന്നോട് സ്നേഹത്തോടുകൂടി ഇങ്ങോട്ട് വന്ന് പെരുമാറുമെന്നും എന്നെ സ്നേഹിച്ച് ഒന്ന് ശരിപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരിക്കൽ പോലും അവൾ കൈ നീട്ടി ഒന്ന് തൊടുക പോലും ഉണ്ടായില്ല. സ്പർശനം ഞാൻ കാത്തു കിടക്കുകയായിരുന്നു. എനിക്കൊരു സ്പർശനവും കിട്ടിയില്ല. എൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് ഞാനൊരു ദിവസം അവളോട് പറയാൻ ആരംഭിച്ചു. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്കതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. എനിക്ക് അത്തരം കാര്യങ്ങളിൽ സഹകരിക്കാനോ മുൻകൈ എടുക്കാനോ താല്പര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാം. അല്ലാതെ ഞാൻ അങ്ങോട്ട് വന്ന് എന്തെങ്കിലും കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. കണ്ട വീഡിയോയിലൊക്കെ കാണുന്ന പെണ്ണുങ്ങളെപ്പോലെ എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നാലും ഞാൻ ഭർത്താവല്ലേ, എന്നെ നീ പരിഗണിക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, നിങ്ങളെപ്പോലുള്ളവർക്ക് ഇത്രയുമൊക്കെ മതി, എന്നെ കിട്ടിയത് തന്നെ നിങ്ങളുടെ ഒരു ഭാഗ്യമായി കരുതിക്കോളൂ എന്ന് പറഞ്ഞു മാഡം. പിന്നീട് ഞാൻ എത്ര സ്നേഹത്തോട് പെരുമാറിയിട്ടും അവളുടെ ഭാഗത്തു നിന്ന് ഒരു അനക്കവും ഉണ്ടായില്ല. ഞാൻ തന്നെ അങ്ങോട്ട് ചെല്ലണം, പഴയതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കണം, അവൾ രസിക്കണം. ഇതുമാത്രമാണ് ജീവിതത്തിൽ തുടർന്നു വന്നത്. എനിക്കാണെങ്കിൽ വഴക്കുണ്ടാക്കാനും പറ്റുന്നില്ല. പല സമയത്ത് ഞാൻ പറഞ്ഞു നോക്കിയെങ്കിലും 8ക്കും 7ക്കും അടുക്കുന്നില്ല. ഇങ്ങനെ പോയി ഏകദേശം 1 വർഷമായപ്പോഴേക്കും എൻ്റെ സ്വപ്നസുന്ദരിയോടുള്ള എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് അവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം എന്നെ ചിലപ്പോൾ വഴക്ക് പറയും. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഉണ്ടായത്. എനിക്ക് അവളോടുള്ള താല്പര്യം മുഴുവനും തീർന്നു. പിന്നെ ഞങ്ങൾ 2 പേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അവൾ എന്നോട് ചോദിച്ചില്ല എനിക്കെന്താ താല്പര്യമില്ലാത്തതെന്ന്. നിങ്ങൾ വല്ലപ്പോഴും മാത്രം എൻ്റെ അടുത്ത് വരുന്നത് എന്താണെന്ന് ചോദിച്ചില്ല. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൾക്ക് എല്ലാം ഓക്കെയാണ്. പക്ഷേ അവൾ ഇങ്ങോട്ട് വരില്ല. അതിൽ ഒരു പരാതിയുമില്ല, പരിഭവവുമില്ല. ഒരു പക്ഷേ ഇവൾക്ക് ഇതൊന്നും താല്പര്യമില്ലാത്ത കൂട്ടത്തിലായിരിക്കുമോ, അതുകൊണ്ടായിരിക്കുമോ അങ്ങനെ പറഞ്ഞത്. ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, അവർക്ക് പുരുഷന്മാരുടെ ആവശ്യമാണിതെല്ലാം എന്നായിരിക്കും വിചാരം. സ്ത്രീകൾക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിക്കുന്ന സ്ത്രീകളുമുണ്ട്. എല്ലാം പുരുഷൻ്റെ മേലാണല്ലോ. അങ്ങനെ ഒരു ചിന്താഗതി ഇവൾക്കുണ്ടാകുമോ? അത് ഞാൻ ചോദിച്ചു നോക്കി. അതിനൊന്നും വ്യക്തമായ ഉത്തരം കിട്ടിയില്ല. അതോടുകൂടി ഞാനത് അങ്ങ് കളഞ്ഞു. കാര്യം ഇനിയിപ്പോൾ ഈ ജീവിതത്തിൽ വേറൊരു പെണ്ണെ കെട്ടാൻ പറ്റില്ലല്ലോ. ഇനി വല്ലപ്പോഴുമൊക്കെയുള്ള ബന്ധത്തിൽ 1 2 കുട്ടികളോട് ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ മാതൃക ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിച്ച് ജീവിക്കാം. അതല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക? എന്തായാലും ഞാൻ പെട്ടുപോയെന്ന് എനിക്ക് മനസ്സിലായി. അവളെ സ്നേഹിക്കാതെ തരമില്ലല്ലോ മാഡം. അങ്ങനെയാണ് എൻ്റെ വിവാഹ ജീവിതം 1 വർഷത്തിനുള്ളിൽ ആയിത്തീർന്നത്.
പലപ്പോഴുമൊക്കെ ഞങ്ങൾ ഭാര്യയുടെ വീട്ടിലൊക്കെ പോകാറുണ്ട്. അവർ രണ്ടുപേരും ബിസിയാണ്. അതുകൊണ്ട് അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ കാര്യത്തിൽ അവരങ്ങനെ ഇടപെടാറുമില്ല. എല്ലാം സൗഹൃദപരമായി പോകുന്നു. പക്ഷേ ഒരു ദിവസം, അതായത് ഒരു വർഷം കഴിഞ്ഞിട്ട് അമ്മായിയും ഒരു ദിവസം സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, മോനെ എങ്ങനെയാണ്, നിങ്ങൾക്ക് വലിയ പ്ലാനിങ്ങും ഉണ്ടോ? 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ കുട്ടികൾ വേണമെന്ന്? അങ്ങനെ വല്ല കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല അമ്മേ, കാര്യം എത്രയും പെട്ടെന്ന് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ, ഈ 1 വർഷത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തിനും കുഴപ്പമുണ്ടോ എന്ന് നേരത്തെ ചെക്ക് ചെയ്ത് നോക്കണേ. ഇപ്പോഴത്തെ കാലത്ത് പറയാൻ പറ്റില്ല. ഈ ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നതല്ലേ, അതിപ്പോൾ ആണിനും പെണ്ണിനുമാണെങ്കിലും 100 കൂട്ടം പ്രശ്നങ്ങൾ വരാം. എല്ലാം ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം. എനിക്കറിയാവുന്നൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, നമുക്ക് പോകാമെന്ന്. അവർ പെട്ടെന്ന് വാശി പിടിച്ചു. അവർ പറഞ്ഞതല്ലേ, എന്തായാലും പോയി നോക്കിയേക്കാമെന്ന് വിചാരിച്ച് ഞാനും പോയി. എനിക്കറിയാം ഫ്രീക്വൻ്റായിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ല, അതുകൊണ്ടും ഇത്തരം പ്രശ്നങ്ങൾ വരാമല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അത് പക്ഷേ അമ്മായിയോട് പറയാൻ പറ്റില്ലല്ലോ. ഡോക്ടർ എല്ലാം ചെക്ക് ചെയ്തു, 2 പേരും പെർഫെക്റ്റ്ലി നോർമലാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇനിയിപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങളിലുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് കലണ്ടറിൽ എങ്ങനെ അത് അടയാളപ്പെടുത്തി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയി, ഡോക്ടർ അതൊന്നും നടക്കും തോന്നില്ല. കാര്യം ഇവൾക്കും എനിക്കും വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. കാരണം അവൾക്കും എന്നോട് താല്പര്യമില്ല, എനിക്കും അവളോട് താല്പര്യമില്ലാത്ത സ്റ്റേജാണെന്ന്. അത് കേട്ട് ഭാര്യയുടെ മുഖം ഇരുണ്ടു. അവൾ ഡോക്ടറോട് പറഞ്ഞു, അങ്ങനെയുള്ള ഡോക്ടർ, ഇങ്ങനെ വീഡിയോയിലൊക്കെയുള്ള പെണ്ണുങ്ങൾ പറയുന്നത് പോലെയും കാണിക്കുന്നത് പോലെയുമുള്ള കാര്യങ്ങൾക്ക് നിർബന്ധിക്കുകയാണെന്ന്. അത് കേട്ട് ഡോക്ടറിനോട് ചോദിച്ചു, താനാ ചെയ്യുന്നത് ഒട്ടും ശരിയല്ലെന്ന്. ഞാൻ പറഞ്ഞു, വീഡിയോയിലുള്ള പെണ്ണുങ്ങൾ കാണിക്കുന്ന പോലെയൊന്നും കാണിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു സ്പർശനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, ഭർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, താൻ അതുപോലും മുൻകൈ എടുക്കുന്നില്ലേ? മനുഷ്യൻ യന്ത്രങ്ങളൊന്നുമല്ല, പരസ്പരമുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലുമൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഭർത്താവിനെയും സ്നേഹത്തോടുകൂടി കാണണം. ഇതെല്ലാം ആണുങ്ങളുടെ കടമയൊന്നുമല്ല, പെണ്ണുങ്ങൾക്കും മുൻകൈ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ കുറേ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ തർക്കിച്ചു. അപ്പോഴും ഡോക്ടർക്ക് മനസ്സിലായി അവളുടെ ഭാഗത്താണ് തെറ്റെന്ന്. എന്തായാലും അവളെ ദീർഘനേരം ഉപദേശിച്ച് ഡേറ്റൊക്കെ നോക്കി നല്ല സ്നേഹത്തിലിരിക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഇറക്കി വിട്ടത്. പുറത്തു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ അവളുടെ അമ്മയോട് ദേഷ്യപ്പെട്ടു. അവർ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഒറ്റ ഒരുത്തിയതിനെല്ലാം കാരണം ആ ഡോക്ടറെ വാരിയിരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. ഇങ്ങേരുടെ അഹങ്കാരം കൊണ്ടാണ് എനിക്കത് കേൾക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റൽ ആണെന്ന് പോലും നോക്കാതെ അവൾ ഷൗട്ട് ചെയ്തു. കാര്യം അറിയാതെ അമ്മായിമ്മ അവളോട് പറഞ്ഞു, മിണ്ടാതിരിക്കെ, ഇത് പബ്ലിക് പ്ലേസാണ്, പിന്നെ നമുക്ക് ചർച്ച ചെയ്യാമെന്ന്. കാറിൽ പോകുമ്പോൾ അമ്മായിമ്മ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ഡോക്ടർ ഞങ്ങളെ ഉപദേശിച്ചതുകൊണ്ട് ഇവക്ക് ദേഷ്യമാണെന്ന്. അപ്പോൾ അവൾ ഉറക്കെ തുറന്നു പറഞ്ഞു, അതൊന്നുമല്ല, ഇങ്ങേർക്ക് ഞാനാണെങ്കിൽ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ആക്റ്റീവ് ആകണമെന്നാണ് പറഞ്ഞത്. എനിക്കത് പറ്റില്ല, എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള സ്വഭാവങ്ങളില്ല. ഇപ്പോഴത്തെ കാലത്തെ ചീത്ത പെണ്ണുങ്ങളുടെ സ്വഭാവമല്ല എൻ്റേത്. പുരുഷന്മാർക്കാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ആധിപത്യം. അവർ അത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. എനിക്ക് ഒട്ടും വയ്യ, ഇങ്ങേരി പറയുന്ന ഒന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് അമ്മായിമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. പുറകിലിരുന്ന് ഇവളുടെ തർക്കം കേട്ട് അവർക്ക് തല പൊട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എന്നോട് ചോദിച്ചു, ഇനിയെങ്കിലും ആരെങ്കിലും സത്യം അങ്ങ് പറ, ഇനിയിപ്പോൾ ഞാൻ അമ്മായിമ്മയാണെന്നുള്ള കാര്യം അങ്ങ് മറക്ക്, ഡോക്ടർ എന്താ പറഞ്ഞത് അതങ്ങ് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഞങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അമ്മായിമ്മയോട് പറഞ്ഞു. ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡേറ്റ് നോക്കി സ്ഥിരമായി ആക്റ്റീവായി ഇരിക്കേണ്ട കാര്യം ഡോക്ടർ പറഞ്ഞു. ആ സമയത്ത് ഇവളുടെ സ്വഭാവം കൊണ്ട് എനിക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഇവൾ ജില്ലെന്ന് നിന്നെങ്കിലല്ലേ ഉള്ളൂ എനിക്കും പറ്റൂ എന്നുള്ള കാര്യം ഞാൻ നല്ല ഭാഷയിൽ അമ്മായിമ്മയോട് പറഞ്ഞു. നിങ്ങൾ ആരോട് പറഞ്ഞാലും ഇതൊന്നും നടക്കില്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെ അവൾ കാറിലിരുന്ന് അലറി. അവൾ അലറിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, മോനെ, ഇതെല്ലാം എൻ്റെ കുഴപ്പമാണ്, വളർത്തുദോഷം. ഇവൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടില്ലെങ്കിലും ഇതിനുത്തരവാദി ഞാൻ തന്നെയാണ്. ഒരു പെണ്ണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവൾക്ക് കിട്ടിയിരിക്കുന്ന അറിവ് അത് റോങ് ആണ്. ഡോക്ടർ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് നടന്നു, ഇല്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം പുറത്തു വരും. നിന്നെ കല്യാണം കഴിക്കുന്നതുവരെ ഞാൻ കൊഞ്ചിച്ചു, ഇനിയിപ്പോൾ അത് പറ്റില്ല. ഭർത്താവിനെ സ്നേഹിച്ച് അടങ്ങി ഒതുങ്ങി നീ ജീവിക്കണം, അതാണ് നിനക്ക് നല്ലത്
എൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുപ്പിക്കരുത്. നിന്നെ കൊഞ്ചി വഷളാക്കിയെങ്കിൽ നിന്നെ നേരെയാക്കാനും എനിക്കറിയാവടി എന്ന് പറഞ്ഞ് അമ്മായിയമ്മ ഷൗട്ട് ചെയ്തു. അപ്പോൾ ഭാര്യ ഒന്നടങ്ങി. എടി, നിനക്ക് താല്പര്യമില്ലായിരുന്നെങ്കിൽ കല്യാണത്തിന് മുമ്പ് പറയണം. എനിക്ക് വേണ്ട, ഞാൻ വലിയ സന്യസിക്കാനോ മറ്റോ പോയിക്കോളാമെന്ന്. ഇപ്പം എന്തിനാടി നീ ഇങ്ങനെയൊക്കെയുള്ള പിത്തരാട്ടങ്ങൾ കാണിക്കുന്നത്? നിന്റെ അഹങ്കാരം കൊണ്ടാണെന്ന് എനിക്കറിയാം. നിനക്ക് തലയ്ക്ക് മീതെ അഹങ്കാരമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ അമ്മായിമ്മ വാൺ ചെയ്തു. ഇനി എനിക്ക് നല്ലൊരു വാർത്ത എത്രയും പെട്ടെന്ന് വിശേഷമുണ്ടായെന്നുള്ള കാര്യം എന്നെ വിളിച്ച് പറയണം. നിന്റെ മൂളക്കവും ഞരക്കവും ഒന്നും എനിക്ക് കേൾക്കണ്ട. അവനോട് നീ സ്നേഹമായിട്ട് പെരുമാറിക്കോണം. വീഡിയോയിൽ കാണുന്നത് പോലെ എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. വീഡിയോയിൽ കാണുന്നത് നീ അങ്ങ് വിട. പക്ഷേ അത്യാവശ്യ കാര്യങ്ങൾക്ക് നീ കൂടെ നിന്നില്ലെങ്കിൽ മോളെ എൻ്റെ കയ്യിൽ നിന്നുണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ല. പിന്നെ തിരിച്ചിവനെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല. നിൻ്റെ അച്ഛൻ എത്ര കൊഞ്ചിച്ചാലും അദ്ദേഹം എൻ്റെ കസ്റ്റഡിയിലാണ്. പുള്ളിയെക്കൊണ്ട് നിന്നെ ഞാൻ വീട്ടിനകത്ത് കയറ്റിക്കില്ല എന്ന് പറഞ്ഞ് വാൺ ചെയ്തു. അമ്മായിയമ്മയുടെ രൗദ്രഭാവം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു നിമിഷം പോലും അവർ മകളെ സപ്പോർട്ട് ചെയ്തില്ല, എന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. അന്ന് രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ ഒന്ന് ഒതുങ്ങിയ പോലെ എനിക്ക് തോന്നി. ഡോക്ടർ പറഞ്ഞ ഡേറ്റ് ഇന്നായോ? ഞാൻ എന്താണ് തുടങ്ങേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്, സൗമ്യമായിട്ട് പറ. ഇപ്പോൾ ചെറിയ ചെറിയ കൈക്രിയകൾ മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിർബന്ധിച്ച് ആരോ പറഞ്ഞ് എന്തിനോ വേണ്ടി എന്നുള്ള രീതിയിൽ ആദ്യം തുടങ്ങി. ഉള്ളതാകട്ടെ, അങ്ങനെയെങ്കിലും ഒരു കുട്ടി എന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ഡേറ്റുകൾ നോക്കി ഞാൻ മുന്നോട്ട് പോയി. വലിയ മെച്ചമൊന്നുമായില്ല, എങ്കിലും ചെറിയ രീതിയിൽ ഒരു 20% ഡെവലപ്മെൻറ്റ് എൻ്റെ ഭാര്യയ്ക്കുണ്ടായി. എന്നിട്ടും ഡോക്ടർ പറഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഒന്നും പ്രാവർത്തികമാക്കിയില്ല. കാര്യം അവളുടെ താല്പര്യമില്ലായ്മ തന്നെ കാരണം. ഡോക്ടർ അങ്ങനെയൊക്കെ പറയും, ഏത് ദിവസമാണെങ്കിലും മതി എന്നൊക്കെയാണ് പറഞ്ഞത്. വിദ്യാഭ്യാസമുണ്ടെങ്കിലും വിവരമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം അമ്മായിയമ്മ എന്നെ വിളിച്ചു ചോദിച്ചു, മോനെ, ഞാൻ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കുകയാണെന്ന് വിചാരിക്കരുത്. എങ്ങനെയുണ്ട് അവൾ? മെച്ചപ്പെട്ടോ? ഡോക്ടർ പറഞ്ഞ ദിവസങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ ശരിയായി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞമ്മേ, അതൊന്നും സക്സസ് ആകുമെന്ന് തോന്നുന്നില്ല. പലപ്പോഴും നിസ്സഹകരണ പ്രസ്ഥാനമാണ്, വലിയ ഡെവലപ്മെൻ്റ് ഇല്ല, ആകെ 20% ഡെവലപ്മെൻറ്റേ ഉള്ളെന്ന്. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, എന്തൊക്കെയാണ് നിന്നോട് ഇനിയെങ്കിലും തെളിച്ച് പറ. ഇനി നമുക്ക് രണ്ടുപേർക്കും അമ്മായിയമ്മ മരുമകൻ എന്നുള്ള ബന്ധം മറക്കാം. നീ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താണ് അവളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞമ്മേ, ഇപ്പോൾ കൈകൾ കൊണ്ട് എന്തെങ്കിലും ഒക്കെ എനിക്ക് വേണ്ടി, ആർക്കോ വേണ്ടി എന്നുള്ള രീതിയിൽ മാത്രം, അല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരി, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അമ്മ ഫോൺ എടുത്ത് അവളെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അന്നത്തെ ദിവസം അവൾ പിണക്കത്തിലായിരുന്നു. എന്താണ് അമ്മ പറഞ്ഞതെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയോട്ട് പറഞ്ഞതുമില്ല. അതിന് പിറ്റേ ദിവസം അമ്മ എന്നോട് പറഞ്ഞു, എടാ നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, അവൾ ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് പറഞ്ഞത് വേറൊരു കഥയായിരുന്നു. അമ്മായിമ്മയുടെ വീടിന് തൊട്ടടുത്ത് ഒരു ഫോഴ്സിൽ ജോലി ചെയ്യുന്ന ആളുണ്ട്. അദ്ദേഹത്തെ കാണാൻ നല്ല സുന്ദരനാണ്. അതുമാത്രമല്ല നല്ല വെൽ ബിൽറ്റ് ബോഡിയാണ്. ആ നാട്ടിൽ ആണുങ്ങളുടെ സൗന്ദര്യം അത് പെർഫെക്റ്റ് ആയിട്ടുള്ളത് പുള്ളിക്ക് തന്നെയാണ്. പല പെണ്ണുങ്ങളും അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ നോട്ടമിടുന്ന ടൈപ്പാണ്. പുള്ളിയും ഇത്തിരി പഞ്ചാരയൊക്കെയാണ്. ചെറുപ്പം മുതൽ അയാളുടെ കസർത്തുകളൊക്കെ ഇവൾ കാണാറുണ്ട്. അതുമാത്രമല്ല അവരുടെ വീട്ടിലെ ജോലിക്കാരി പോലും അങ്ങേരെ പുകഴ്ത്തി പറയും. ഒരു ദിവസം വീട്ടിലെ ജോലിക്കാരിയും അയാളും കൂടെ മുറ്റത്ത് നിന്ന് എന്തോ കൈക്കറികൾ കാണിക്കുന്ന കണ്ടുകൊണ്ട് അമ്മായിയമ്മ അവരെ വഴക്ക് പറഞ്ഞു. എടി, നിനക്ക് എന്തിനു കേടാണ്? വീട്ടിൽ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യണം. വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട് ഇത്തരം കസർത്തുകൾ കാണിക്കരുത്. ആഗ്രഹമുണ്ടെങ്കിൽ രാത്രി അങ്ങനെ അടുത്തങ്ങ് ചെല്ലുക. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും വാതിൽ തുറന്നിട്ട് കാത്തിരിക്കല്ലേ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. പക്ഷേ ജോലിക്കാർ തിരിച്ച് ഒന്നും പ്രതികരിച്ചില്ല. എൻ്റെ ഭാര്യയ്ക്ക് അതിൽ ഭയങ്കര കൗതുകമായി. അവൾ വേലക്കാരിയുമായിട്ട് അന്നാണ് കൂടുതൽ കൂട്ടായത്.
അമ്മ അവിടെ മിക്കവാറും കാണില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ആ സ്ത്രീയായിരുന്നു അവൾക്ക് എല്ലാ ഉപദേശങ്ങളും കൊടുത്തുകൊണ്ടിരുന്നത്. കോളേജിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തെ ആ ചേട്ടൻ്റെ ഗുണഗണങ്ങൾ വേലക്കാരി വർണ്ണിച്ച് പറഞ്ഞത് കേട്ട് ഇവൾക്കും വല്ലാത്ത കൊതിയായി. കാര്യം അവളുടെ മനസ്സിൽ അത്രയും ചന്തമുള്ള പൗരുഷമുള്ള ഒരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മാത്രമായിരുന്നു. അതുമാത്രമല്ല, പലപ്പോഴും അമ്മയും അച്ഛനും പോയി കഴിയുമ്പോഴേക്കും വേലക്കാരിക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. ആ സമയത്ത് ഇവൾ മൗനമായി അതിനൊക്കെ സമ്മതം കൊടുക്കാറുമുണ്ട്. അതിന് കാരണം ജോലിക്കാരി പോയിട്ട് വന്നിട്ട് എ ടു സെറ്റ് ഡീറ്റെയിൽസ് ഇവളോട് പറയും. ആ കഥ കേൾക്കാൻ ഇവൾക്കും വല്ലാത്ത ആഗ്രഹമാണ്. ചുരുക്കം പറഞ്ഞാൽ ഇവൾക്ക് വേലക്കാരുടെ പൊസിഷൻ ഒന്ന് ഏറ്റെടുക്കാൻ തോന്നി. കഥകൾ കേട്ട് കേട്ട് അവൾക്ക് കാണാൻ കൊതിയായി. അങ്ങനെ ആ സ്ത്രീ പോകുന്ന ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഇവളിവിടെ ഉണ്ടെങ്കിൽ ഇവളും ആ വീട്ടിൽ പോയി ഈ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു കാണാൻ തുടങ്ങി. പൗരുഷമുള്ള പുരുഷനെ പുറമേ കണ്ട് മോഹിച്ച് അയാളുടെ ഫാനായി മാറിയ എൻ്റെ ഭാര്യ ആ സമയത്ത് എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ പിന്നെ ഫാനല്ല, അയാൾക്ക് വേണ്ടി തുടിക്കുന്ന ഒരുവളായി മാറി. പിന്നീട് അവൾ ജോലിക്കാരോട് നിർബന്ധിക്കാൻ തുടങ്ങി. ആ അവസരം അവൾക്ക് വേണമെന്ന്. കൊച്ചു പെൺകുട്ടിയല്ലേ, അതൊന്നും വേണ്ട, നീ ഇതൊക്കെ പറഞ്ഞ് രസിച്ചാൽ മതി എന്നൊക്കെ ഒത്തിരി വട്ടം പറഞ്ഞെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് കണ്ടു മോഹിച്ചത് കൊണ്ട് സ്വന്തമാക്കാനുമുള്ള മോഹമുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ത്രീയെ ചാക്കിട്ട് അവളുടെ മോഹങ്ങൾ അയാളെ അറിയിച്ചു. കാടടച്ച് വല വെച്ചിരിക്കുന്ന അങ്ങേർക്ക് സന്തോഷമായി. ഒരു കിളന്ന് പെണ്ണ് വന്ന് തൻ്റെ വലയിൽ വീണിരിക്കുന്നു. അയാൾ ഇങ്ങോട്ട് വരാമെന്നേറ്റു. എൻ്റെ ഭാര്യയ്ക്കും കംഫർട്ട് അങ്ങോട്ട് പോകുന്നതായിരുന്നില്ല, ഇങ്ങോട്ട് വരുന്നതായിരുന്നു. അങ്ങനെ വേലക്കാരുടെ സഹായത്തോടു കൂടി അവിടെ ഈ ഒരു കൊച്ചു പെൺകുട്ടി സ്വപ്നനായകനെ മീറ്റ് ചെയ്യാൻ തുടങ്ങി. കാര്യം എല്ലാത്തിനും സാക്ഷിയായി ജോലിക്കാരി ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിലായിരുന്നു എല്ലാ ചടങ്ങുകളും. കാര്യം എന്തെങ്കിലും കുഴപ്പം പറ്റിയെങ്കിലോ എന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഇവൾക്ക് കൊതിയുണ്ടായിരുന്നെങ്കിലും മറ്റു കാര്യങ്ങളിൽ പ്രയാസമായിരുന്നതുകൊണ്ട് ആ ജോലിക്കാരി അവളോട് പറഞ്ഞു, മോളെ, നീ മുട്ടിക്കുത്തി നിന്ന് മുട്ടിപ്പായ പ്രാർത്ഥിക്കണം. അയാൾ നിന്റെ നായകനല്ലേ, അയാളെ നീ നന്നായി സ്നേഹിക്കണം എന്ന് പറഞ്ഞ് വീഡിയോയിൽ കാണുന്നു എന്ന് ഇവൾ പറയില്ലേ എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഉപദ്രവമില്ലാതെ ഒരു സ്ത്രീ മുൻകൈ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ ഇവളെ കൊണ്ട് തന്നെ എല്ലാറ്റിലും ഒന്ന് ട്രെയിനിങ് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷമാണ് യഥാർത്ഥത്തിലുള്ള എൻട്രൻസ് പരീക്ഷ നടത്തിയത്. അതോടുകൂടി ഇവൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാകുകയും എൻട്രൻസ് പരീക്ഷയിൽ ഇവൾ 1ാം സ്ഥാനം വികസിതമായി നേടുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ എല്ലാത്തിനും റെഡിയാണ്. പക്ഷേ അവൾക്ക് ഇപ്പോഴും ഇഷ്ടം അയാളെയാണ്. അയാളാണെങ്കിൽ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന ഒരു മനുഷ്യനുമാണ്. കല്യാണത്തിൻ്റെ തലേ ദിവസം പോലും അയാൾ വന്നെന്നും കണ്ടെന്നും അവൾ സമ്മതിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവൾക്ക് ഒത്തിരി പ്രയാസമായിരുന്നു. കാര്യം അവൾ നോക്കുമ്പോൾ അവൾ മുൻപ് കണ്ടിട്ടുള്ള ഒരു ഫീച്ചേഴ്സും എന്നിലില്ല. പിന്നെ കല്യാണം എന്ന് പറഞ്ഞത് അയാളെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അയാളുടെ സ്വഭാവം അവൾക്ക് പറയാം. അത് കല്യാണം അനിവാര്യമായതുകൊണ്ട് മാത്രം നടന്നൊരു കല്യാണമാണ് എൻ്റേത്. അല്ലാതെ ഇപ്പോഴും സ്വപ്നങ്ങളിലെല്ലാം അയാളാണ്. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് അയാളെ കാണുകയാണെങ്കിൽ ഓക്കെ, അവൾ എന്നെയും ഒരു രീതിയിൽ ഡീൽ ചെയ്ത് പോകും. അയാളുടെ സാന്നിധ്യമില്ലെങ്കിൽ അവൾക്ക് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എന്നോട് അമ്മായിമ്മ കഥകൾ വിവരിച്ചു. ആ ഒരു വിചിത്രമായ കഥ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാനിനി എന്താ അമ്മേ ചെയ്യേണ്ടത്? എനിക്കറിയത്തില്ലടാ. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾ സമ്മതിക്കുന്നില്ല. അതുമാത്രമല്ല, ഈ കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടിൽ നടന്നെന്ന് എനിക്കൊട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല. ഇതാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇനി ഇവൾ ചാടി അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്കറിയില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട അമ്മയെന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞു, അതൊക്കെ നേരെയാക്കി എടുക്കേണ്ടത് നിൻ്റെ കടമയാണ്. ഒന്നുകിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകൂ, അല്ലെങ്കിൽ സ്നേഹത്തിൽ മാറ്റിയെടുക്കൂ, അല്ലെങ്കിൽ അവളെ ഡൈവേഴ്സ് ചെയ്യൂ. ഇനി എനിക്ക് ഒന്നും പറയാനില്ല. എൻ്റെ മോളല്ലേ, ഈ കാര്യങ്ങളൊന്നും ഇനി ഞാൻ കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ ഭാര്യയോട് സംസാരിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഒരു കൗൺസിലിങ്ങിനും ഞാൻ വരില്ല. പക്ഷേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൊരു കാര്യമുണ്ട്.
ഇടയ്ക്ക് അയാളൊന്ന് സന്ധിക്കുക. അത് ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ഡേറ്റിൽ വേണ്ട, ഒരു ചാൻസും ഇല്ലാത്ത ദിവസങ്ങളിൽ ഒരു മാസത്തിൽ 2-3 വട്ടമെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും തകർത്താടും. അതിന് ഗുണം നിങ്ങൾക്കും ഉണ്ടാകും. അതിന് അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളോട് എനിക്കുള്ള അട്രാക്ഷൻ വട്ടപൂജ്യമായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് സ്നേഹം ഒരു പടി മീതെ ഒരിക്കലും ലഭിക്കില്ല. അയാൾക്കും എനിക്കും ചില ആഗ്രഹങ്ങൾ എപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സാഫല്യമുണ്ടാകണം എന്ന് ഭാര്യ തറപ്പിച്ച് പറഞ്ഞു. ഇല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യാൻ അവൾ പറഞ്ഞു. മാഡം, എന്തായാലും ഞാൻ കുറേ ദിവസം ഇങ്ങനെ ചിന്തിച്ചു. എനിക്ക് അവളെ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും എന്നെ പരാജയപ്പെട്ട ഒരാളായിട്ട് കരുതും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം യെസ് എന്നാണ് ഞാൻ അവളോട് പറഞ്ഞത്. മാസത്തിൽ 2-3 തവണ അയാളെ കാണണമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്നോട് പറഞ്ഞിട്ട് ഡോക്ടർ പറയാത്ത ഡേറ്റുകളിൽ, അതായത് ഒന്നും സംഭവിക്കില്ല എന്നെനിക്ക് ഉറപ്പ് തന്നിട്ട് അവൾ അയാളെ കാണാൻ പോകും. 3, 4, 5, 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. വന്നു കഴിഞ്ഞാൽ അന്ന് എന്നോട് വലിയ സഹവാസമൊന്നുമില്ല. പക്ഷേ പിറ്റേ ദിവസം മുതൽ അയാളെ കാണാൻ പോകുന്ന ദിവസം വരെ വലിയ വലിയ രീതിയിലുള്ള ഒരു ഇഷ്ടമാണ് എന്നോട് പ്രകടിപ്പിക്കുന്നത്. പണ്ട് ഞാൻ എന്താണോ പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ അവൾ ഇളകിത്തുള്ളും. മാഡം, ഇങ്ങോട്ട് എന്ത് രീതിയിലുമുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ അവൾ കാഴ്ചവെക്കും. എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി കാര്യങ്ങൾ ഒരുമാതിരി വട്ടം മുക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ജീവിതം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ അവൾക്ക് വിശേഷമുണ്ട്, റെസ്റ്റിലാണ്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ട്. ഇത് എങ്ങനെയാണ്, എന്താണ്, ആരാണ് എന്നൊക്കെ ഓർത്ത് ഞാനിതിന് സമ്മതിച്ചല്ലോ എന്നോർക്കുമ്പോഴേക്കും എനിക്ക് ചില സമയത്ത് എന്നോട് തന്നെ ദേഷ്യം തോന്നാറുണ്ട്. എന്നാൽ സമ്മതിച്ചതുകൊണ്ട് ഗുണമുണ്ടല്ലോ എന്നോർക്കുമ്പോഴേക്കും സമാധാനവും തോന്നാറുണ്ട്. ആകെ കൺഫ്യൂഷനുള്ളൊരവസ്ഥയാണ്. മാഡം, ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഇന്ന് വരെ എനിക്ക് മനസ്സിലായിട്ടില്ല. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയാണ് എൻ്റേത്. ആർക്കും സംഭവിച്ചു കാണില്ല എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ആദ്യം കണ്ട് മോഹിച്ച് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനോ സ്ത്രീയോ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ചില ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരു മെക്കാനിസമാണ് നടന്നിരിക്കുന്നത്. ആഴത്തിൽ വേരോടൊരു മെക്കാനിസം. അതുകൊണ്ടാണ് ഇപ്പോൾ അവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരത് സമ്മതിക്കുകയോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ നമുക്കതൊക്കെ പോസിബിളി ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ അവർ അഡമൻ്റായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട്, സുന്ദരിയായ ഭാര്യ നിലനിർത്താൻ വേണ്ടിയിട്ട്, സമൂഹത്തിന് മുന്നിൽ നിങ്ങൾക്ക് നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവളുടെ ഇഷ്ടങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത്. അത് പക്ഷേ നിങ്ങളുടെ മാത്രം റിസ്ക്കാണ്, നിങ്ങളുടെ മാത്രം ജീവിതത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുമാണ്. സാധാരണ ഒരാളാണെങ്കിൽ ഓക്കെ, എന്ത് വന്നാലും കുഴപ്പമില്ല, ഭാര്യയ്ക്ക് അങ്ങനെയാണോ ഇഷ്ടം എങ്കിൽ അവളുടെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ. എന്തിനാണ് ഈ ദാമ്പത്യ ബന്ധം ഇങ്ങനെ അവിടെയും അല്ല ഇവിടെയല്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇങ്ങനൊരു പങ്കാളിയിൽ നിന്നുള്ള സ്നേഹം എനിക്ക് ആവശ്യമില്ല. ഇത് പിരിയാം എന്ന് തീരുമാനമെടുക്കുകയാണ് പലരും ചെയ്യാറുള്ളത്. പക്ഷെ നിങ്ങൾ ഭാര്യയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടോ വിവാഹബന്ധത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വെറുതെ കൺഫ്യൂഷൻ അടിക്കുകയും കുറ്റബോധം എടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാര്യം അതിനൊന്നും ഒരു തീരുമാനമുണ്ടാകുന്ന കാര്യമല്ലാത്തതുകൊണ്ട് ഒന്നുകിൽ മൈൻഡ് ഫ്രീ ആയിട്ട് വിടുക. ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകട്ടെ. കാര്യം ഞാനും കൂടി ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ പിന്നെ വരുന്നത് സ്മൂത്തായിട്ടങ്ങ് ഹാൻഡിൽ ചെയ്ത് പോകാമെന്ന് വിചാരിക്കാം. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ വിശേഷം ഉണ്ടായ സ്ഥിതിക്ക് പെട്ടെന്ന് ഒരാളെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തന്നെയാണ്. കാര്യം നിങ്ങൾ കുറച്ച് അയഞ്ഞ സമീപനം തന്നെയാണ് കാഴ്ചവെച്ചത്. അപ്പോൾ ഇത് കൂടുതലും നിങ്ങളുടെ റിസ്ക് തന്നെയാണ്. ഒന്നുകിൽ മാനേജ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് പോവുക. ഒരു രീതിയിലും പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാനമായിട്ട് പിരിയുക. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വരാതിരിക്കട്ടെ. എത്ര അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതല്ലാതെ ഇപ്പോൾ അവരെ തിരുത്താൻ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. കാര്യം ഒരു കൗൺസിലിങ്ങിന് പോലും അവർ വരികയില്ല. അപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ രണ്ടുപേരും പറഞ്ഞ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതെ പിരിഞ്ഞ് അവരവരുടെ കാര്യം നോക്കുക. ഇതല്ലാതെ ഇപ്പം ഇവിടെ വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.